ഫ്രണ്ട്സ്, ഞാൻ രാവിലെ എണ്ണീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇന്ന് ഇച്ചിരി ലേറ്റായിട്ട് എണ്ണീറ്റ, കാരണം ഇവിടെ നല്ല മഴയായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും തുറന്നു വിടാനും പറ്റില്ല. അയ്യത്ത് മഴയാണ്. ഒന്നാമതേ അവർ മണ്ണ് കണ്ടാൽ അവർക്ക് പ്രാന്താണ്. അപ്പോൾ തുറന്നുകൂടെ വിട്ടാൽ ഭയങ്കരമായിട്ട് ഈ തൊഴുമ്പിലൊക്കെ കിടന്ന് ചാടും, പുറത്തെല്ലാം അഴുക്കാവും. പിന്നെ ഞാനും ഒറ്റയ്ക്കല്ലേ, കുറച്ച് ദിവസമായിട്ട് നല്ലപോലെ ഒന്നും ഉറങ്ങിയിട്ട്, അതുകൊണ്ട് ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് എണ്ണീറ്റേ. ഇപ്പോൾ രാവിലെ തൊട്ടേ ആശാൻ എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഏതാണ്ട് അവൻ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല, ഇങ്ങനെ എൻ്റെ കൂടെ എവിടെ ഇരുന്നാലും ഇങ്ങനെ. അപ്പോൾ എനിക്കിപ്പോൾ പേടിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ എൻ്റെ കാലിൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല. എപ്പോഴും ഞാൻ നടക്കുന്നത് എങ്ങനെയാണെന്നോ എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഈ കാലം കാണാൻ കയറി ഇവൻ്റെ ദേഹത്ത് കൊള്ളുമെന്നൊരു പേടിയുണ്ട്. നടക്കുമ്പോൾ ചവിട്ടിയാലേ ആകെ ഇത്തിരി പോകണം പൊട്ടുന്ന ഒരാളാണ്. കണ്ടോ, ഇച്ചിരിയേ ഉള്ളൂ, എൻ്റെ കൈയുടെ അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു പേടിയുണ്ട്, ആൾക്ക് ചവിട്ടുള്ളൂ എന്ന്. അങ്ങനെ നോക്കിയാൽ നടക്കണേ. പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ വന്നിട്ട് ടെസയുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കുറേ നേരം തുറന്നു വിട്ട് എല്ലാവരും കൂടെ കളിയായിരുന്നു. അപ്പം ഇപ്പം മഴയൊന്ന് തോന്നു. ഇനിയിപ്പം ഇവനുള്ളത് കണ്ടോ, കുരുത്തക്കേടാണ് ആൾ. കണ്ടോ, നല്ല കുരുത്തക്കേടാണ്. അപ്പം ഇനി ഇവനുള്ളത് കൊടുക്കണം, കുഞ്ഞുങ്ങൾക്കുള്ള ഉണ്ടാക്കണം. ഞാനൊരു ഇച്ചിരി വെള്ളം വല്ലതും കുടിക്കണം. ഇതുവരെ ഒന്നും കഴിച്ചേ ഇല്ല. അപ്പം തൊണ്ടയ്ക്കൊരു ഡ്രൈ ആവുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കണം. ബാക്കി ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം, നമ്മുടെ തത്തക്കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എന്തായാലും വെളിയിലൊക്കെ ഒന്ന് നോക്കട്ടെ. മഴ പെയ്ത് ഉയ്യോ ഫുള്ള് വെള്ളമാണ് തറയിലെല്ലാം. എന്തായാലും ഇന്ന് എനിക്ക് പണിയാവും. കുഞ്ഞുങ്ങൾ അവരെന്തായാലും അകത്ത് കയറ്റണ്ട, കാരണം അവർ തൊഴുമ്പെല്ലാം ചവിട്ടി തേച്ചിട്ടേ ഇവിടെ അഴുക്കാക്കും. അതുകൊണ്ട് അവർ നമുക്ക് അകത്തോട്ട് കയറ്റണ്ട, വെളിയിലാക്കാം. അപ്പോൾ ആദ്യം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ തുറന്നു വിടാൻ പോവാം. അന്നേരം ചാർലി അകത്തിട്ടത് അവ ഇരിക്കുന്നുണ്ടോ? ചാർലി അവ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുക, എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഞാൻ കൊണ്ടുപോകത്തില്ല, കാരണം ഇവിടെ മൊത്തം അഴുക്കും. അവൻ തീരെ പൊടിയല്ലേ, അതുകൊണ്ട് ഇനി അവരെ പോയി തുറന്നു വിടട്ടെ. ഞാൻ ടെസയുടെ മക്കളെ കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കണ്ടേ എല്ലാവരും എൻ്റെ ചുറ്റിനും ഇരിക്കുകയാണ്. ഇനി അവർക്കൂടെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കണം. അവർക്കും ഇപ്പം ഇവൻ്റെ കൂടെ റോയൽ ക്യാനാണ് ഞാൻ കൊടുക്കുന്നത്. വേണ്ടേ എല്ലാവരും ഇരിക്കുന്നുണ്ടാ, വഴക്കുണ്ടാക്കുക. തരത്തില്ല, എൻ്റെ ചാർലിയത്തെ തുടരുത്. ഓയ് വേണ്ടേ, ഇവിടെ 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 വെള്ളം നടക്കുക എല്ലായിടത്തുനിന്നും. ഏതുവഴിയൊക്കെയാണ് കയറി പോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. മക്കൾക്ക് ഉള്ളത് ഞാൻ തരാം കേട്ടോ. നമ്മുടെ ചാർലി ബാ, മടിയിന്ന് ഇറങ്ങടാ. ഇപ്പം അവർക്ക് റോയൽ ക്യാൻ സെറ്റാക്കണം. എല്ലാവർക്കും റോയൽ ക്യാനാണ്. അപ്പം നമുക്ക് റോയൽ ക്യാൻ തിളപ്പിക്കാനുള്ള സെറ്റാക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. അപ്പം ഇവിടെ ഇരിക്കും എല്ലാവരും. ഇപ്പോൾ റോയൽ ക്യാനുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അത് സെറ്റാക്കാനുള്ള. അന്നേരം അത് നമുക്ക് ഇനി അടുപ്പയിൽ വെച്ചിട്ട് നമുക്ക് ഓക്കെ. ഇനി അത് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പെരക്കാവൊക്കെ ഒന്ന് തൂക്കട്ടെ. ഇതിവിടെ തിളച്ചിട്ട് നമുക്ക് ബാക്കിയെടുക്കും. റോയൽ ക്യാനുള്ള വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട്, ഇത്രയും പേർക്ക് കൊടുക്കാനുള്ളതല്ലേ, അന്നേരം ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുതിർക്കാം. ഞാൻ ആദ്യം റോയൽ ക്യാൻ ഒന്ന് പാത്രത്തിലോട്ട് ഇടട്ടെ. മിനി സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് കേട്ടോ, കുഞ്ഞുങ്ങളല്ലേ. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് കാറ്റ് പിടിച്ചാലേ പോയി. അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടേ റോയൽ ക്യാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ളായിട്ട്. എന്താണ് അവിടെ കിടന്ന് തരാം? ഇവിടെ കിടന്ന് വിളിക്കുക വിശക്കുന്നെന്ന്. വേണ്ട, ഇത് ഇനി ഒന്ന് കുതിർക്കണം. വേണ്ട, ഇത് നിറച്ചല്ല, ഒരു ഈ ലെവലിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തിട്ട് ഇളക്കി കൊടുക്കും. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി പ്ലേറ്റിലോട്ട് ഒഴിക്കാം. ഒന്ന് നല്ലപോലെ പെട്ടെന്ന് കുതിര. നമുക്കിത് നമുക്കൊന്ന്
ഫാനിൻ്റെ മൂട്ടിൽ വെക്കുക ഒന്ന് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി. പിന്നെ അവരുടെ തീറ്റ സെറ്റായിട്ടുണ്ട്. ഇതിനി ഇളക്കി ഒന്ന് സെറ്റാക്കണം. ചാർലിക്ക് വേണോ ഇപ്പോൾ? എൻ്റെ ചാർലിക്കുട്ടന് വേണോ ഇപ്പോൾ? കഴിച്ചതല്ലേ രാവിലെ? വിശക്കുണ്ടോ ചാർലി? എന്നാ വേണോ? വേണ്ട, അതിന് വിശപ്പ് അടങ്ങിയതാ. രാവിലെ കണ്ട ഗുമ്മയായിട്ടിരിക്കുമോ വയറ്. അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാ. നമുക്ക് ഇപ്പം നോക്കാം. ബാ 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 ഇവിടെ 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 ദാണ്ട ദാണ്ട ദാണ്ട. കയറി ഇരുന്നല്ല, കൈയെടുത്തിട്ട് പതിയെ സാവധാനത്തെ തിന്നു. ഡാ ടോമി ഇങ്ങി ബാ, ഇവിടെ ബാ. അതെ അതെ, എല്ലാവർക്കും കൊടുത്ത്. അവന് വയറ് നിറഞ്ഞിരിക്കുമോ ചാർലിക്ക്, അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. എല്ലാവരും കൂടെ കഴിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ രംഗം. തകർത്ത കഴിക്കുന്നുണ്ടോ? തകർത്ത് കയറി ഇരുന്നൊക്കെ ഞാൻ കഴിക്കും എല്ലാണോ കൂടെ. നമ്മുടെ ചാർലിക്ക് ഇതൊന്നും ഒരു മൈൻഡല്ല. കാരണം ആശാൻ വയറ് നിറച്ചിട്ടിരിക്കുക ഇല്ലയോടാ മോനെ? എൻ്റെ മക്കളുടെ വയറ് എറിഞ്ഞില്ലയോ? എൻ്റെ പൊന്നിൻ്റെ വയറ് എറിഞ്ഞില്ലയോ? അവിടെ എൻ്റെ ചക്കരയുടെ വയറ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് അവൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ തിന്ന് തീർത്തൊരു പരുവായി. പ്ലേറ്റ് ഇല്ല. പിന്നെന്താ അവരല്ലേ? നിങ്ങൾക്ക് മുട്ട അടുപ്പേ വെച്ച് ഞാൻ വേവിച്ച് തരാം. ഇനി അവർക്കുള്ള കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ വലിയവർക്കുള്ളത് മുട്ട. ഇനി അതിനുള്ള പണി നോക്കട്ടെ. അപ്പോഴത്തേക്ക് അവർ കഴിക്കും. എന്നിട്ട് നമുക്ക് അവരെ കൂട്ടിലാക്കാം. അപ്പോഴത്തേക്ക് ഇവർക്കുള്ള മുട്ട സെറ്റാക്കാം. ഇനി നമുക്ക് മുട്ട അടുപ്പേ വെക്കാം. കാണാമല്ലോ? ഓക്കെ. ഇനി നമുക്ക് അവർക്കുള്ള മുട്ട അടുപ്പേ വയ്ക്കാം. നേരത്തെ തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ട് ഇച്ചിരി. അത് തന്നെ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് അടുപ്പയിലോട്ട് വയ്ക്കാം. ഇത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട എടുക്കട്ടെ. ഞാൻ മുട്ട എടുക്കട്ടെ. അവർക്ക് 2 പേർ കൂടെ 4 മുട്ട എടുക്കുന്നത്. ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ട് 4 മുട്ട എടുക്കുന്നത്. അത് അതിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പുഴുങ്ങി വരട്ടെ. പുഴുങ്ങി കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ലപോലെ പുഴുങ്ങട്ടെ. അവിടെ നിലവിളി തുടങ്ങി. അവർക്കുള്ളത് കൊടുക്കാത്തതിൻ്റെ. ഓക്കെ, നമുക്ക് അപ്പോഴത്തേക്ക് അവർ കഴിച്ചു കഴിഞ്ഞു ഒന്ന് നോക്കാം. കൂട്ടിലാക്കി, വലിയവരെയും കൂട്ടിലാക്കി. നല്ല മഴ. ആ മുട്ട പുഴുങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് മഴയൊന്ന് തോരുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വെളിയിലാക്കാം. അല്ലെങ്കിൽ ഈ തൊഴുമ്പിൽ കിടന്ന് ആകെ ഗുലുമാലാക്കും. അപ്പോഴത്തേക്ക് ഞാനും എനിക്കുള്ളവല്ലോ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അതായിരിക്കും നല്ലത്. ചാർലിക്ക് എന്തായാലും ഫുഡൊക്കെ കൊടുത്താണ്ടേ. എൻ്റെ അടുത്തൊന്നും മാറത്തില്ല. എനിക്ക് പേടിയാണ് കാലെടുത്ത് വെച്ച് നടക്കാൻ. അയ്യോ, അവരുടെ മുട്ട ഓഫാക്കിയില്ല. നമുക്ക് ആ മുട്ടയൊന്ന് ഓഫാക്കിയിട്ട് വരാം. ഓക്കെ, മുട്ട നല്ലപോലെ പുഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വടാ അതെ, ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടാണ് നടക്കുന്നത് ഇവനെ. അല്ലെങ്കിൽ ഇവൻ എന്താ പറയുക, കാലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതേ നമുക്ക് അറിയാൻ പറ്റില്ല. കുരുത്തക്കേടല്ല, കുഞ്ഞല്ലേ, എൻ്റെ അടുത്തൊന്നും മാറത്തില്ല. ഇതാണ് കാര്യം. ഇല്ല കേട്ടോ. ആശാൻ റോയൽ കാനൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുക. ഇനി ഇവനെ ഇന്നായപ്പം 39 ദിവസമായി. ഇവന് 45 ദിവസമാകുമ്പം പോയി നമുക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കണം. ഒന്ന് സെറ്റാക്കണം. ഇവന് ഒരു കുഞ്ഞ് ചീപ്പ് മേടിക്കണം. ഒന്ന് കോമ്പ് ചെയ്ത് വിടാനൊക്കെ കൊണ്ട് ഒരു കുഞ്ഞ് ചീപ്പ് മേടിക്കണം, ആശാൻ്റെ സൈസിന് പറ്റുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. രാവിലെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ തന്നെ പരിപാടി. ഇവരെ നോക്കി എൻ്റെ കാര്യങ്ങൾ നോക്കി. ഇന്ന് കുന്നിക്കോട് ആണ് ക്ലാസ്. ഇന്ന് വൈകിട്ട് 4 മണി തൊട്ട് 5 മണി വരെ ക്ലാസ്. അപ്പം കുന്നിക്കോട് ക്ലാസ്സിന് കുറച്ചുകൂടെ പണിയുണ്ട്. അതായത് ഒന്ന് ഗ്രാൻഡാക്കി എടുക്കാനുള്ള പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിട്ട് ഫുള്ള് ഓട്ടം. ഇതൊക്കെ തന്നെ കുറച്ച് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം കുറച്ചുകൂടെ ഗ്രാൻഡാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ നമ്മുടെ അഡ്മിഷന് വരുന്ന കുട്ടികളെല്ലാവരും വരിക. നമ്മുടെ ക്ലാസ്സിൽ വന്ന് ട്രയൽ അറ്റൻഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടിനും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കരാട്ടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ
അത് കൂടുതലായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ വീഡിയോസിൽ പല പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരും, കരാട്ടെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് വരും. അല്ലാതെ എൻ്റെ ഇതേപോലുള്ള വീട്ടിലെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ളതും ഒക്കെ വരും. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.